ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേരളത്തിൽ സ്ഥിരമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കും 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കൂട്ടിയത്. ചില ബ്രാൻഡുകൾക്ക് 50 അല്ല അതിനും മേലെ 100 രൂപയ്ക്ക് അടുത്തൊക്കെ വില കൂട്ടിയെന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ എത്ര വില കൂട്ടിയാലും കാര്യമായ പ്രതിഷേധമൊന്നും ഉയരാറില്ല മദ്യത്തിന്റെ വില കൂട്ടിയാൽ. പക്ഷേ മദ്യം ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം പേർ താഴ്ന്ന വരുമാനക്കാരോ ഇടത്തരം വരുമാനക്കാരോ ആയ ആളുകളൊക്കെയാണ്. അവരുടെ ജീവിത വരുമാനത്തെ കൂടിയാണ് ഇത് ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ശരിയാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. എന്റെ ഒരു അഭിപ്രായത്തിന് ഈ മദ്യം റേഷൻ കട വഴി വിതരണം ചെയ്യണം. BPL APL കാർഡുകാരുണ്ടല്ലോ, APL കാർഡുകാർക്ക് വില കൂട്ടിയും BPL കാർഡുകാർക്ക് വില കുറച്ചും കൊടുക്കുകയാണെങ്കിൽ വലിയ ഒരു സഹായമായിരിക്കും മദ്യപാനികൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബ്രൂവറി കൂടെ തുടങ്ങിക്കഴിയുന്നത് ചിലപ്പം ഇനിയും മദ്യത്തിന് വില കൂടും. ഈ ബ്രൂവറിയുടെ കൂടെ ഒരു മയക്കിന് കൂടെ കമ്പനി തുടങ്ങിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഈ സമൂഹം, ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാവരും മയക്കുമരുന്നിലേക്ക് വലിയ തോതിൽ നീങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അതെ, അപ്പം സർക്കാരിന് എങ്ങനെയെങ്കിലും സർക്കാരിന് കാശുണ്ടാക്കിയാൽ മതി. അപ്പം ഇതും കൂടെ ഒന്ന് ആ MP രാജേഷിന്റെ ശ്രദ്ധയിൽ കൊടുക്കുക. ശരി, തുടങ്ങുന്നതിന്റെ കൂടെ ഈ മയക്കുമരുന്നും കൂടെ ഒരു കമ്പനി. ശരി, അത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മയക്കുമരുന്നിന്റെ വ്യാപനം അത്രത്തോളം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയിലടക്കം മയക്കുമരുന്ന് വ്യാപനം അതുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. മദ്യം പോലെയല്ല, മദ്യത്തെക്കാൾ എത്രയോ ഹാനികരമാണ്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിനേക്കാളും എത്രയോ ഹാനികരമാണ് ഈ മയക്കുമരുന്ന് എന്നത് കൂടി അറിയണം. നമുക്ക് മറ്റൊരു